ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്കിപ്പോൾ ഒരുപാട് വണ്ടികൾ അതർ സ്റ്റേറ്റ് ഇവിടെ വർക്കിന് വരുന്നുണ്ട്. അപ്പോൾ പല ആളുകളും അതർ സ്റ്റേറ്റ് വർക്കിന് വരുമ്പോൾ പലരുടെ ഒരു തെറ്റിദ്ധാരണ പിന്നെ അവിടുന്ന് ചില ഏജന്റുമാർ പറയും ചെറിയൊരു ഓയിൽ ലീക്ക്, ഇത് വളരെ ചെറിയ കാര്യമാണ്, അല്ലെങ്കിൽ ഇതൊരു 5000 രൂപ, ആ സീല് മാറിയാൽ മതി, ഈ സീല് മാറിയാൽ മതി. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ചില വാഹനങ്ങൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ കാര്യങ്ങൾ നടക്കും. പക്ഷെ ചില വാഹനങ്ങൾ എൻജിൻ തന്നെ റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥയിലുള്ള ഓയിൽ ലീക്കുകളുണ്ട്. അപ്പോൾ ഒരു ഓയിൽ ലീക്ക് കാണുമ്പോൾ അതിന് എത്ര ഡീപ്പിലൊരു ഇവാലുവേഷൻ, അല്ലെങ്കിൽ ഒരു ഓയിൽ ലീക്ക് സാധാരണ ഏത് എൻജിനാണ് വരാറുള്ളത് എന്നുള്ളതൊരു വളരെ ഷോർട്ടായിട്ടൊന്ന് പറയാം. ഓയിൽ ലീക്ക് നമുക്ക് സ്പെസിഫിക്കലി ഒരു പെർട്ടിക്കുലർ എൻജിൻ എന്ന് പറയാൻ പറ്റില്ല. ജനറലി എല്ലാ വെഹിക്കിൾസിനും ഒരു 70,000, 80,000 to 1 lakh കിലോമീറ്റർ ടൈം പീരീഡിൽ വരാറുണ്ട്. എങ്കിലും ഹെവി എൻജിൻസ് എസ്പെഷ്യലി V6, അത് 3 ലിറ്റർ ഇറസ്പെക്റ്റീവ് ഓഫ് ബ്രാൻഡ് എല്ലാ മാനുഫാക്ചറേഴ്സിനും കാണുന്നൊരു പ്രോബ്ലമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കൂടുതൽ വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു കോമൺ ആയിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ ഒരു മെയിൻറ്റെനൻസ് ഒരു പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു പരിധി വരെയൊക്കെ നമുക്ക് ഏർലി സ്റ്റേജസിൽ തന്നെ ഇതിനെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഇത് സിവിയർ ആയിട്ട് ഇത് ക്രിട്ടിക്കൽ ആയതിനു ശേഷമാണ് ഇതിൽ അസിസ്റ്റ് ചെയ്യുന്നത്. സാർ ചോദിച്ച മാതിരി പലപ്പോഴും നമുക്കൊരു സീലിലോ അല്ലെങ്കിൽ ഒരു ഗ്യാസ്കറ്റിലോ തീരാറുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസ് ഇത് ആവണമെന്നില്ല. ഡയഗ്നോസിസ് തെറ്റായിട്ട് ചിലപ്പോൾ തൽക്കാലം ഒരു സീല് മാറി വണ്ടി ഇവിടെ വരും, പിന്നീട് അതൊരു ക്രിട്ടിക്കൽ ഇഷ്യൂ ആയി എൻജിൻ മാറേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി. ഞാൻ എപ്പോഴും കൂടുതൽ നമുക്ക് ഈ അതർ സ്റ്റേറ്റ് എന്നുള്ള കാര്യത്തിൽ അവർ വളരെ സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കസ്റ്റമറോട്, ഇതൊരു ചെറിയ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇത് അത്ര നിസ്സാര കാര്യമല്ല. ഓയിൽ ലീക്ക് ഒരിക്കലും നിസ്സാരമല്ല. അത് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് റൈറ്റ് ടൈമിൽ അതിന് ഒരു റിപ്പയർ മെഷർ എടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഒരു അതർ ഡീലേഴ്സ്, പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്നൊക്കെ വരുന്ന വണ്ടികൾ, അവിടെ അവർ ഏത് വർക്കും അവർ എടുക്കും. അത് വളരെ സിമ്പിളായിട്ട് പറയുന്ന കസ്റ്റമറോട് പറയും ഇതൊരു 5,000 അല്ലെങ്കിൽ ഒരു 10,000 റുപ്പീസിന് തീരും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് പലപ്പോഴും അത് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാതെ കസ്റ്റമേഴ്സ് എടുക്കുന്നത്. അതർ സ്റ്റേറ്റിൽ നിന്ന് വാഹനം എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, കസ്റ്റമറെ കയ്യിൽ നിന്നാണെങ്കിൽ നമ്മൾ ആസ് ഇറ്റ് ഈസ് കണ്ടീഷനിൽ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് അറിയാൻ പറ്റും. ഒരു ഡീലറെ കയ്യിൽ പോയി അദ്ദേഹം അത് നല്ല രീതിയിൽ ക്ലീൻ ആക്കി നമുക്ക് ഷോക്കേസ് ചെയ്ത് പിന്നീട് ഒരു ഓയിൽ ലീക്ക് വരുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമാണ്. ഒരു ഡീപ്പ് ഇവാലുവേഷൻ, എൻജിൻ എന്നുള്ളത് വളരെ ഡീപ്പായിട്ട്, പ്രത്യേകിച്ച് 1.5 ലക്ഷം 2 ലക്ഷം കിലോമീറ്ററൊക്കെ ഓടുന്ന വാഹനങ്ങൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തെടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അതാണ്. താങ്ക് യു.